നമസ്കാരം. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വിശ്വവിജയത്തിന്റെ ആവേശത്തിൽ രാജ്യം. ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ഇന്ത്യയുടെ ലോക കിരീട നേട്ടം 13 വർഷങ്ങൾക്ക് ശേഷം. രാജ്യാന്തര T20 അവസാനിപ്പിച്ച് രോഹിതും കോഹ്ലിയും. പി ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായി CPM. ചർച്ചകൾ താഴെത്തട്ടിൽ വേണ്ടെന്ന് ജില്ലാ നേതൃത്വം. സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തേക്കും. വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരായ വിമർശനം തുടരുന്നു. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് ജില്ലാ കമ്മിറ്റികൾ. നവകേരള സദസ്സിൽ ചാഴികാടനെ ശാസിച്ച നടപടി തിരിച്ചടിയായെന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് AM ആരിഫ്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ്. യെല്ലോ അലർട്ട് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മുന്നറിയിപ്പ്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിൽ മൊഴിയെടുത്ത ASIക്കെതിരെ നടപടി. ഉദ്യോഗസ്ഥനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. നടപടി KK രമയുടെ മൊഴിയെടുത്തതിന് പിന്നാലെ. താരസംഘടന അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിന്ന്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന് ഇന്നറിയാം. മോഹൻലാൽ പ്രസിഡന്റ്, ഉണ്ണി മുകുന്ദൻ ട്രഷററാകും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് ഖത്തറിൽ. ഖത്തർ പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച. മൂന്നാം തവണയും മോദി പ്രധാനമന്ത്രിയായ ശേഷമുള്ള മൻ കി ബാത്ത് ഇന്ന്. വിവിധ സ്ഥലങ്ങളിൽ മന്ത്രിമാരും BJP നേതാക്കളും പങ്കെടുക്കും. വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. 2020 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ സംഘത്തിന് അഭിനന്ദന പ്രവാഹം. ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് മറികടന്നാണ് ഇന്ത്യ വിശ്വവിജയികളായത്. 177 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. കൈവിട്ടുപോയെന്ന് കരുതിയ മത്സരം പേസർമാരാണ് ഇന്ത്യയുടെ വരുതിയിലാക്കിയത്. 30 പന്തിൽ 30 റൺസ് മാത്രം മതിയെന്ന ഘട്ടത്തിൽ നിന്നാണ് അവസാന ഓവറിൽ 16 റൺസ് വേണമെന്ന പ്രതിസന്ധിയിലേക്ക് ദക്ഷിണാഫ്രിക്ക എത്തിയത്. ഹാർദിക് പാണ്ഡ്യ 3 വിക്കറ്റും ബുംറയും അർഷദീപും 2 വിക്കറ്റ് വീതവും നേടി. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യയ്ക്ക് വേണ്ടി 76 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോററായത്. അക്സർ പട്ടേൽ 47 റൺസ് എടുത്തു. സ്പോർട്സ് ഡെസ്കിൽ നിന്നും എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, എന്താണ് മത്സരത്തിൽ ടേണിംഗ് പോയിന്റ് ആയത്? പാർവതി, മത്സരത്തിൽ ടേണിംഗ് പോയിന്റ് ആയത് എന്നുള്ളത് വളരെ കൃത്യമായും പേസ് ബോളർമാരുടെ ഇടപെടലാണ്. പ്രത്യേകിച്ചും ജസ്പ്രീത് ബുംറയുടെ രണ്ടാമത്തെ സ്പെല്ലിലേക്കുള്ള വരവ് അത് എത്രത്തോളം രസകരമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഒരു ബോളർ എന്നുള്ള നിലയിൽ ജസ്പ്രീത് ബുംറയുടെ ഒരു മികവ് കൃത്യമായും വെളിവാക്കുന്ന തരത്തിലായിരുന്നു ആ ബോളിംഗ് പ്രകടനം. 4 റൺസ് മാത്രമാണ് ആ ഓവറിൽ ജസ്പ്രീത് ബുംറ വിട്ടു നൽകിയത്. തൊട്ട് മുമ്പിലത്തെ ഓവറിൽ, അതായത് 15ാമത്തെ ഓവറിൽ അക്സർ പട്ടേൽ 24 റൺസ് വഴങ്ങിയ ശേഷമാണ് ഇന്ത്യയെ അത്രയും ഗംഭീരമായി ബുംറ തിരികെ കൊണ്ടുവന്നത് എന്ന് വേണം പറയാൻ. അപ്പോൾ ബുംറ അവിടെ തുടക്കമിട്ടു. പിന്നീടാണ് ദക്ഷിണാഫ്രിക്ക സമ്മർദ്ദത്തിലേക്ക് മാറിയത്. ആ ഒറ്റ ഓവറിൽ 4 റൺസിന് മുകളിൽ അല്ലെങ്കിൽ ഒരു 10 റൺസിലേക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു അനായാസമായിട്ടുള്ള മുന്നേറ്റം ദക്ഷിണാഫ്രിക്കൻ ടീമിന് സാധ്യമാകും. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തി ഇന്ത്യൻ ടീമിനെ തിരികെ കൊണ്ടുവന്ന് ദക്ഷിണാഫ്രിക്കയെ തിരികെ കൊണ്ടുവന്ന ആ ടേണിംഗ് പോയിന്റ് ബുംറയുടെ ഓവറാണ് എന്ന് ഞാൻ പറയും. പക്ഷേ എന്താണ് ഒരു പൊതുവിലയിരുത്തലിൽ സൂര്യകുമാർ യാദവ് ബൗണ്ടറി ലൈനിലെടുത്ത ക്യാച്ചിനെയാണ് ഏവരും മത്സരത്തിൽ ഗതി നിർണ്ണയിച്ചു എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഡേവിഡ് മില്ലർ എന്ന് പറയുന്ന ഒരു വിനാശകാരിയായിട്ടുള്ള ബാറ്ററെ വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാച്ചിൽ, പ്രത്യേകിച്ചും ബൗണ്ടറി ലൈനിൽ ചാടി ഉയർന്ന് അത് ബൗണ്ടറി ലൈനിനുള്ളിലേക്ക് ബാലൻസ് നഷ്ടപ്പെട്ടപ്പോഴും പന്ത് ഗ്രൗണ്ടിനുള്ളിൽ തന്നെ
നിലനിർത്തിയെടുത്ത രസകരമായിട്ടുള്ള ഒരു ക്യാച്ചാണ് സൂര്യകുമാർ യാദവിൻ്റേത്. ആ ക്യാച്ച് ഏറ്റവും നിർണായകമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും ഹർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയ്ക്ക് പിന്തുണ നൽകിയതും വളരെ കൃത്യമായിരുന്നു. ഇരുവരും അവസാന ഓവറുകളിൽ ഒരു തരത്തിലും റൺസ് വിട്ടു നൽകുക എന്നുള്ളതിനെ പൂർണ്ണമായും തടഞ്ഞു നിർത്തി. അക്സർ പട്ടേലും കുൽദീപ് യാദവും പരിഭ്രമിച്ചു പോയ ഇടത്താണ് പേസർമാർ ഇന്ത്യയുടെ രക്ഷകരായി എത്തിയത്. അങ്ങനെ പേസർമാരുടെ മികവിലായിരുന്നു ഇന്ത്യയുടെ മുന്നേറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ പ്രതീക്ഷിച്ച തുടക്കമല്ല ഇന്ത്യക്ക് കിട്ടിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫൈനലിൽ ഇന്ത്യ വീണ്ടും ഈ കവാത്ത് മറക്കുക എന്നുള്ള ശീലത്തിലേക്ക് എത്തിയോ എന്നുള്ള തോന്നലുണ്ടായി ആദ്യം. പക്ഷേ അപ്പോൾ അവിടെ രക്ഷകനായി വിരാട് കോഹ്ലി എത്തി. വിരാട് കോഹ്ലി ടൂർണമെന്റിൽ ഉടനീളം വളരെ മോശം ഫോമിൽ കളിച്ചു എന്നുള്ള വിമർശനം നേരിടുമ്പോഴും അദ്ദേഹത്തിന്റെ ക്ലാസ് പ്രകടമാക്കുന്നതായിരുന്നു ഫൈനലിലെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ്. വിരാട് കോഹ്ലി ഫൈനലിൽ അങ്ങനെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആവുന്നു. 76 റൺസുമായി 59 പന്തിലാണ് വിരാട് കോഹ്ലിയുടെ 76 റൺസ്. അതിൽ 2 സിക്സും 6 ഫോറും ഉൾപ്പെടുന്നത്. ഇനി ശിവൻ ദുബെ ആയിരുന്നു മറ്റൊരു വിമർശനം നേരിട്ട താരം. ഒരുപക്ഷെ ഈ ടൂർണമെന്റിന്റെ ഫൈനലിൽ തന്നെ ഭേദപ്പെട്ടൊരു സംഭാവന നൽകിയില്ലായിരുന്നുവെങ്കിൽ ശിവൻ ദുബെയും വലിയ വിമർശനം നേരിടേണ്ടി വരുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആ ഒരു മികവിലേക്ക് പൂർണ്ണമായും ഉയർന്നില്ല എങ്കിൽ പോലും ശിവൻ ദുബെയുടെ പതിവ് സ്ഥാനം മാറി അല്പം താഴേക്കാണ് എത്തിയത്. ശിവൻ ദുബെ 27 റൺസ് എടുത്തു. ഒരു ഓർഡറിൽ കയറ്റം കിട്ടി മുകളിലേക്ക് എത്തിയ അക്സർ പട്ടേലിന്റെ ഇന്നിങ്സ് ആയിരുന്നു അതിഗംഭീരം. പ്രത്യേകിച്ചും വിരാട് കോഹ്ലിക്കൊപ്പം ചേർന്ന് ഒരു ഓൾറൗണ്ടർ എന്നതിനും അപ്പുറം ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അക്സർ പട്ടേൽ. ഇന്നലത്തെ ഫൈനൽ ദിനത്തിൽ അക്സർ പട്ടേലിന്റെ ബാറ്റിംഗ് പ്രകടനം അത് 31 മുതൽ 47 റൺസാണ്. ഒരു ദൗർഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു അലസത കൊണ്ടാണ് ഒരു റൺഔട്ടിലേക്ക് കലാശിച്ചത്. അല്ലെങ്കിൽ അർദ്ധ സെഞ്ചുറിയുമായി അക്സർ പട്ടേലിന് ഫൈനൽ ദിനത്തിലും തിളങ്ങി നിൽക്കാൻ കഴിയുമായിരുന്നു. ഈ ടൂർണമെന്റിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അക്സർ പട്ടേലിന്റെ ഒരു മികവ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്നുള്ളത് ആര് എന്ന ചോദ്യത്തിന് അക്സർ പട്ടേൽ എന്ന് ഉത്തരം പറയാൻ കഴിയും. ഇന്ത്യയുടെ പല മുന്നേറ്റങ്ങളിലും അക്സർ പട്ടേൽ കാണിച്ച മികവ് അത് ശ്രദ്ധേയമായിരുന്നു. അക്സർ പട്ടേലിന്റെ കരുത്തിൽ, ബോളിംഗ് കരുത്തിൽ, ചിലപ്പോൾ ചില സമയത്ത് ഫീൽഡിംഗ് കരുത്തിൽ, ചില സമയത്ത് ബാറ്റിംഗ് കരുത്തിൽ അക്സർ പട്ടേൽ വലിയ തോതിലാണ് ഇന്ത്യയെ മുന്നിലേക്ക് നയിച്ചത് പല മത്സരങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്സർ പട്ടേലിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഫൈനൽ ദിനത്തിൽ. അക്സർ പട്ടേൽ ഇന്നലെ അത് പ്രകടമാക്കിയത് ബാറ്റിംഗിലാണ് എന്ന് മാത്രം. പക്ഷേ ബോളിംഗിൽ കാര്യമായിട്ടുള്ള പിന്തുണ ആ ട്രാക്കിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അക്സർ പട്ടേൽ മാത്രമല്ലല്ലോ കുൽദീപ് യാദവും നിരാശപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു. രണ്ടുപേരും 11 റൺസിന് മുകളിൽ റൺസ് വഴങ്ങുകയും ചെയ്തു. അക്സർ പട്ടേൽ 12.25 49 റൺസാണ് 4 ഓവറിൽ അക്സർ പട്ടേൽ വഴങ്ങിയത്. അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അക്സർ പട്ടേലിൻ്റെ കരിയറിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്നത് ഇന്നലെയാണ്. 24 റൺസ് ഹെൻറിച്ച് ക്ലാസിൻ്റെ ഒരു കടന്നാക്രമണത്തിൽ. ഇനി കുൽദീപ് യാദവും ഇന്നലെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. കുൽദീപ് യാദവ് 45 റൺസ് വഴങ്ങി 4 ഓവറിൽ. അങ്ങനെ ഇന്ത്യൻ ബോളർമാർ മാത്രമല്ല ഇന്ത്യൻ ബാറ്റർമാർ, അതായത് എല്ലാവരും ചേർന്ന് ഒരു ഓൾറൗണ്ട് മികവ് ഇന്ത്യ ഈ ടൂർണമെന്റിൽ ഉടനീളം പ്രകടമാക്കിയിരുന്നു. ആ ഓൾറൗണ്ട് മികവ് തന്നെയാണ് ഈ തവണയും ഫൈനലിലും ഇന്ത്യക്ക് തുണയായത്. ഒരു തവണ ഒരു ഘട്ടത്തിൽ, നേരത്തെ പാർവതി സൂചിപ്പിച്ചു, ഒരു ഘട്ടത്തിൽ അത് കേവലം 30 റൺസ് 30 പന്തിൽ ഒരു ബോളിൽ ഒരു റണ്ണ് എന്നുള്ള തലത്തിൽ മാത്രം മതിയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് റിക്വേർഡ് റൺ റേറ്റ്. വേണ്ട റൺ റേറ്റ് അത്രയും മതി, അതായത് 6 റൺ പെർ ഓവർ. അത്രമാത്രം സാഹചര്യത്തിൽ നിന്ന് അവസാന ഓവറിൽ 16 റൺസ് എന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇന്ത്യയുടെ പേസർമാർക്ക് നൽകണം. ഒപ്പം മത്സരം കൈവിട്ട് പോയിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം നിലനിർത്താൻ കഴിഞ്ഞ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും. പാർവതി, എൽദോ, ഒരു ഘട്ടത്തിൽ കൈവിട്ട കളി എങ്ങനെയാണ് തിരിച്ചു പിടിച്ചത്? പാർവതി, അതായത് ഈ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ, അതായത് ഇന്ത്യ പൂർണ്ണമായും തോറ്റു എന്നുള്ള തലത്തിലേക്ക് എത്തിയിരുന്നു. സ്റ്റേഡിയം ഏറെക്കുറെ നിശബ്ദമായിരുന്നു. കാണികൾ ഏറെക്കുറെ പിരിഞ്ഞു പോകാനുള്ള ആലോചനയിലായിരുന്നു. TV സ്ക്രീനുകൾ പലതും ഓഫായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ പേസർമാരുടെ ഒരു വരവ്. ബോളിംഗ് ചേഞ്ചാണ് മത്സരത്തിൽ നിർണായകമായത് എന്ന് വേണം പറയാൻ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ബോളിംഗ് ചേഞ്ചുകൾ അത് കഴിഞ്ഞ മത്സരത്തിൽ സെമി ഫൈനലിൽ നമ്മൾ കണ്ടതാണ്. ആ സെമി ഫൈനലിൽ കണ്ടതുപോലെ തന്നെ കൃത്യമായ സമയത്ത് രോഹിത്തിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഓപ്ഷൻ അത് ജസ്പ്രീത് ബുംറയാണ്. ജസ്പ്രീത് ബുംറയെ 15ാമത്തെ ഓവർ എറിയിക്കാൻ കൊണ്ടുവന്ന ഇടത്താണ് മത്സരം അത് ഇന്ത്യയുടെ വരുതിയിലേക്ക് തിരികെ എത്തുന്നത്. ജസ്പ്രീത് ബുംറ തുടങ്ങി വെച്ച ആ ഒരു മികവ്, പിന്നാലെ ഹാർദിക് പാണ്ഡ്യ
വന്നതും അവിടെ ക്ലാസിനെ പുറത്താക്കി. അതത്ര നല്ല പന്ത് എന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ വളരെ വൈഡായി ഓഫ് സ്റ്റമ്പിന് പുറത്തു പോയ പന്ത് അത് ക്ലാസൻ ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു വിക്കറ്റ്, ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ഉണ്ടായി. അതാണ് മത്സരത്തിൽ ഇന്ത്യക്ക് വീണ്ടും പിടിച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. പക്ഷേ അതിനു മുമ്പ് നടന്ന ജസ്പ്രീത് ബുംറയുടെ ഓവറാണ് ഈ മത്സരത്തിന്റെ ടോൺ അത്തരത്തിലേക്ക് സെറ്റ് ചെയ്തത് എന്ന് വേണം പറയാൻ. കാരണം ഈ 4 റൺസ് മാത്രം വഴങ്ങിയ ദക്ഷിണാഫ്രിക്ക ചെറിയൊരു സമ്മർദ്ദത്തിലേക്ക് പോകുന്നു. കാരണം റൺ റേറ്റ് നിലനിർത്തുക, അവസാന ഓവറുകളിലേക്ക് റൺസ് അടിക്കാൻ വെക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടാക്കാതെ പരമാവധി റൺ സ്കോർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോയി. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ക്ലാസൻ അവിടെ ഒരു അബദ്ധം കാട്ടുകയും ചെയ്തു. ഹാർദിക് പാണ്ഡ്യയുടെ ഓഫ് സ്റ്റമ്പിന് ഒരുപാട് വെളിയിൽ പോയ പന്തിൽ ബാറ്റ് വെച്ച് ഋഷഭ് പന്തിന് ക്യാച്ച് നൽകി മടക്കുകയും ചെയ്തു. അങ്ങനെ ഈ ബോളിംഗ് ചേഞ്ച് അതിനിർണായകമായി അർഷദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും കൃത്യത നിലനിർത്തുകയും ചെയ്തതോടുകൂടി ബൗണ്ടറികൾക്ക് പഞ്ഞം വന്നതോടുകൂടി ദക്ഷിണാഫ്രിക്ക സമ്മർദ്ദത്തിലാവുകയും സിംഗിളുകൾ കൊണ്ട് മതിയാകുമായിരുന്നില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും ഇന്ത്യക്ക് അനുകൂലമായി പറഞ്ഞു. എൽദോ, ജസ്പ്രീത് ബുംറ എന്ന ഇതിഹാസ ബൗളറുടെ ടൂർണമെന്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുമോ ഇത്തവണത്തെ ലോകകപ്പ്? ഏറെക്കുറെ അങ്ങനെ വേണം പറയാൻ. കാരണം ജസ്പ്രീത് ബുംറ അല്ല ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ. പക്ഷേ ജസ്പ്രീത് ബുംറയാണ് ഈ ടൂർണമെന്റിലെ താരം. ഈ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം ജസ്പ്രീത് ബുംറയ്ക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇവരും ആലോചിക്കേണ്ടത്. കാരണം ജസ്പ്രീത് ബുംറ എന്ന ഒരു ബോളർ, അത് നേരത്തെ ഡോക്ടർ അജിത് കുമാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പേസ് ബോളർ അത് കപിൽ ദേവ് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ കപിൽ ദേവിനൊപ്പമോ അല്ലെങ്കിൽ കപിൽ ദേവിന് ഒരു പടി മുകളിലോ ജസ്പ്രീത് ബുംറ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ബുംറ അവിടെ പ്രകടമാക്കുന്ന മികവ് അത് ഏത് ഘട്ടത്തിലും, അത് ഓപ്പണിംഗ് സ്പെല്ലായാലും അല്ലെങ്കിൽ ഡെത്ത് ഓവറുകളായാലും പവർ പ്ലേകൾ ഏത് ഘട്ടത്തിലായാലും ജസ്പ്രീത് ബുംറയ്ക്ക് കൃത്യത എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മികവ്. ഈ ഫാസ്റ്റ് ബോളർമാർക്ക് ലൈനും ലെങ്ത്തും എല്ലാ സമയവും നിലനിർത്തുക അത് പലപ്പോഴും വീഴ്ച സംഭവിക്കാറുണ്ട്. പക്ഷേ ആ വീഴ്ച ഇതുവരെയും കരിയറിൽ ഉണ്ടാകാത്ത ഒരു ബോളർ എന്നുള്ള വിശേഷണമാണ് ജസ്പ്രീത് ബുംറയെ ശ്രദ്ധേയനാക്കുന്നത്. ഒരു വ്യത്യസ്ത ബൗളിംഗ് ആക്ഷനുമായി എത്തി മുംബൈ ഇന്ത്യൻസിലൂടെ എത്തിയ ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പേസ് ബോളറായി മാറുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞ ലോകകപ്പിലും അത്തരത്തിലായിരുന്നു. ഈ ലോകകപ്പ് എത്തുമ്പോൾ അങ്ങനെയും അത് തുടരുന്നു. 2020 ലോകകപ്പിൽ അങ്ങനെ തുടരുന്നു. അർഷദീപ് സിംഗിനെ വിക്കറ്റ് നേടാൻ വഴിയൊരുക്കുന്നതും ജസ്പ്രീത് ബുംറയുടെ ഒരു വലിയ ബാക്ക് ബോൺ എന്ന നിലയിലുള്ള പിന്തുണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജസ്പ്രീത് ബുംറയ്ക്ക് ഈ ടൂർണമെന്റിലെ താരത്തിനുള്ള പുരസ്കാരം നൽകിയത്. പാർവതി ചോദിച്ചതുപോലെ ഈ ടൂർണമെന്റ് അത് ഒരു പേസ് ബോളർ എന്ന നിലയിൽ ബുംറയുടെ ടൂർണമെന്റ് കൂടിയാണ് എന്ന് പറയേണ്ടി വരും ഉറപ്പായും. എൽദോ, ഈ വ്യക്തിഗത മികവിൽ ആശ്രയിക്കാതെ ഓൾറൗണ്ട് മികവിൽ ആശ്രയിക്കണമെന്ന വലിയ പാഠമല്ലേ ഇത്തവണ ഇന്ത്യ ഉൾക്കൊണ്ടത്? അത് ഉറപ്പായിട്ടും. അതായത് ഈ ടൂർണമെന്റിലാണ് ഒരുപക്ഷെ എല്ലാ ടൂർണമെന്റുകളിലും നമ്മൾ പതിവായി കാണുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായിരുന്ന സമയത്ത് സച്ചിനെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു ഇന്ത്യൻ സംഘമായിരുന്നു. പിന്നീട് ആണ് ഒരു സച്ചിൻ, ദ്രാവിഡ്, ഗാംഗുലി ആ ത്രയത്തെ ആശ്രയിക്കുന്നു. അതിനുമപ്പുറം പിന്നീട് ആണെങ്കിൽ പോലും മഹേന്ദ്ര സിംഗ് ധോണിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന സാഹചര്യം. അങ്ങനെ പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതമാകാറുണ്ട് ഇന്ത്യയുടെ പ്രകടനങ്ങൾ വലിയ വലിയ ടൂർണമെന്റുകൾ. വിരാട് കോഹ്ലിയുടെ വരവോടുകൂടി കോഹ്ലിയായി പ്രധാന ആശ്രയം. പക്ഷേ ഇക്കുറി ഈ ടൂർണമെന്റിലാണ് ഒരു പ്ലെയറെ ആശ്രയിക്കാതെ ഇന്ത്യ ഒരു മുന്നേറ്റം നടത്തിയത്. ഒരു രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ മികവ് ടൂർണമെന്റിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അപ്പോഴും രോഹിത് ശർമ്മ എന്നുള്ള ക്യാപ്റ്റന്റെ മികവിനുമപ്പുറം മുഴുവൻ പ്ലെയേഴ്സും, മുഴുവൻ താരങ്ങളും ഒരു ഓൾറൗണ്ട് തലത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അത് ബോളർമാരാവട്ടെ ബാറ്റർമാരാവട്ടെ, ഇനി സ്പെഷ്യലിസ്റ്റ് ഓൾറൗണ്ടർമാരാവട്ടെ, അക്സർ പട്ടേലും കുൽദീപ് യാദവും ഉൾപ്പെടെ. അപ്പോൾ അത്തരത്തിൽ മികവ് കാണിക്കാൻ ഇന്ത്യയുടെ എല്ലാ പ്ലെയേഴ്സും പല പല മത്സരങ്ങളിലായിട്ട് സംഭാവന നൽകി. ഇപ്പോൾ ഏറ്റവും മോശം ഫോമിലായിരുന്നു വിരാട് കോഹ്ലി. അതിനിർണായകമായിരുന്ന ഫൈനൽ മത്സരത്തിൽ ആ സംഭാവന നൽകി കൃത്യമായിട്ടും ഫോമിലേക്ക് ഉയരുകയും ചെയ്തു. അങ്ങനെ ഏത് തരത്തിലാണോ ഇടപെടേണ്ടിയിരുന്നത് അവരവരുടെ റോളുകൾ ഭംഗിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാതെ തന്നെ അജയ്യരായ ടീം ഫൈനലിലെത്തിയതും കിരീടം നിലനിർത്താൻ കഴിഞ്ഞതും. അങ്ങനെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ബാറ്ററെയോ ഒരു ബോളറെയോ ആശ്രയിക്കുന്നതല്ല, ഒരു ടീം എഫേർട്ടാണ് മത്സരത്തെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ലോക കിരീടം സ്വന്തമാക്കാൻ ഏറ്റവും വലിയ മാർഗം എന്നുള്ള വലിയ പാഠം തന്നെയാണ് ഇത്തവണ ഇന്ത്യ ഉൾക്കൊണ്ടത്. പാർവതി, എൽദോ, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും T20യിൽ നിന്ന് റിട്ടയർ ചെയ്യുക കൂടിയാണല്ലോ. ഇത് സംബന്ധിച്ച് എന്താണ്?
രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി റിട്ടയർമെന്റ് ഒരുപക്ഷെ രോഹിത് ശർമ്മ ഇത്തവണ റിട്ടയർ ചെയ്യാനിരുന്നതല്ല എന്നുള്ളതാണ്. രോഹിത് ശർമ്മയുടെ പ്രതികരണം നമ്മൾ ലഭ്യമാണ്, അതിലേക്ക് പോകാം. അതിനു മുമ്പ് രോഹിത് ശർമ്മ ഈ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഈ സമയത്ത് റിട്ടയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ ഇതാണ് ഏറ്റവും ഉചിതമായ സമയം എന്നുള്ളതാണ്. അതൊരു പക്ഷേ ആരാധകരെയും അത്ഭുതപ്പെടുത്തി. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, രോഹിത് ശർമ്മയുടെ പ്രായം, വിരാട് കോഹ്ലിയുടെ പ്രായം, രണ്ടുപേരും വിരാട് കോഹ്ലി 35, രോഹിത് ശർമ്മ 37. അപ്പോൾ ഇരുവർക്കും 2020-ൽ ഒരുപാട് നീണ്ട കരിയർ ഇനി ആഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ലോക കിരീടത്തോടുകൂടി ഈ വിശ്വ വേദിയിൽ നിന്ന് പടിയിറങ്ങുക എന്നുള്ളത് ഏതൊരു താരത്തെയും സംബന്ധിച്ച് അത് ഒരു അവിസ്മരണീയമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുകയായിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. വിരാട് കോഹ്ലി 2020-ൽ നിന്ന് ഇനി റിട്ടയർ ചെയ്യുമെന്നുള്ളത് ഏറെക്കുറെ രാജ്യാന്തര 2020-ൽ നിന്ന് ഇനി ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ എങ്കിൽ പോലും രോഹിത് ശർമ്മ അപ്രതീക്ഷിതമായിട്ടാണ് പ്രഖ്യാപിച്ചത്. എന്താണെങ്കിലും ആ കിരീടം നേടിയ പിന്നാലെ രണ്ടുപേരുടെയും പ്രഖ്യാപനം അത് ശ്രദ്ധേയമായി. ഒപ്പം രാഹുൽ ദ്രാവിഡ് എന്ന പരിശീലകനെ കൂടി പറഞ്ഞു വെക്കണം. രാഹുൽ ദ്രാവിഡ് ഈ പരിശീലക സ്ഥാനം ഒഴിയുന്നത് അങ്ങനെ ആദ്യ ലോക കിരീട നേട്ടവുമായിട്ടാണ്. ദ്രാവിഡിന്റെ കീഴിൽ 3 ലോക വേദികളിൽ ഇന്ത്യ ഫൈനലിലെത്തി. അത് ടെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പിൽ, ഏകദിന ലോക ചാമ്പ്യൻഷിപ്പിൽ, ഒപ്പം 2020 ലോക കപ്പ് വേദിയിൽ. ഈ 3 അതിൽ 2 ദ്രാവിഡിന് പാളി. പക്ഷേ ഏറ്റവും ഒടുവിൽ മൂന്നാം ഊഴത്തിൽ ദ്രാവിഡ് ആ സംഭവം ചേർക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് ഇപ്പോൾ പാർവതി ചോദിച്ചുകൊണ്ട് നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യം വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും. I have enjoyed since the time I started playing this format, and nothing better time to say goodbye to this format. I have loved every moment of this. I started my India career playing this format, and this is what I wanted. I wanted to win the cup and say thank you. This was my last T20 World Cup, and this is exactly what we wanted to achieve. This is an amazing game. I was telling Rohit today when we went out to bat, I was like, one day you feel like you can't get a run, and then you come out and then things happen. God is great. You know, as a player, I was not lucky enough to win a trophy, but I tried my best. You know, I gave my best whenever I played, and it wasn't to be. That happens. It's part of sport. There are a lot of other players I know who have not been able to win a trophy. I was lucky to be given the opportunity to coach a team, and I was lucky that, you know, this feels obviously very, very special. I've said it multiple times before as well. This was a dream which I wanted to win. Someone from where I come from in my life, how life has been. You know, this is something which was always a dream, and it's, you know, the feeling which I can't describe because it has finally happened, and more so over when I know that when everything came down to me at the end. Just very, very happy for the group, and finally got this. T20 ലോകകപ്പ് കിരീട നേട്ടത്തിൽ ടീം ഇന്ത്യയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരം ചരിത്രമാണെന്നും ഇന്ത്യൻ ടീമിനെ ഓർത്ത് അഭിമാനിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. टीम इंडिया को इस भव्य विजय के लिए सभी देशवासियों की तरफ से बहुत बहुत बधाई। आज 140 करोड़ देशवासी आपके इस शानदार प्रदर्शन के लिए गर्व अनुभव कर रहे हैं। खेल के मैदान में आपने वर्ल्ड कप जीता, लेकिन हिंदुस्तान के हर गांव, गली, मोहल्ले में आपने कोटि कोटि देशवासियों का दिल जीत लिया। और ये टूर्नामेंट एक विशेष कारण से भी याद रखी जाएगी। इतने सारे देश, इतनी सारी टीमें, और एक भी मैच हारना नहीं, ये छोटी उपलब्धि नहीं है। आपने क्रिकेट जगत के हर महारथी, उनके हर बॉल को खेला, और आपने शानदार विजय प्राप्त करते रहे। एक के बाद एक विजय की इस परंपरा ने आपके हौसले को तो बुलंद कर दिया, लेकिन इस पूरी टूर्नामेंट को भी
रसप्रद बना दिया, रोचक बना दिया। आपने शानदार विजय प्राप्त की है। मेरी तरफ से मैं आपको बहुत बहुत बधाई देता हूं, बहुत बहुत शुभकामनाएं देता हूं। ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയത് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്ക് പിന്നാലെ KK രമയുടെ മൊഴിയെടുത്ത ASIക്കെതിരെയും നടപടി. ASIയെ സ്ഥലം മാറ്റി. കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുത്തത്. MS അനീഷ് കുമാറുണ്ട് വിവരങ്ങൾ നൽകാൻ. അനീഷ്, നേരത്തെ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, ഇപ്പോൾ സ്ഥലം മാറ്റം വന്നിരിക്കുന്നു. എല്ലാം ഉദ്യോഗസ്ഥരുടെ മേൽ വെച്ച് ഒഴിയുകയാണോ സർക്കാർ? തീർച്ചയായും ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇതൊക്കെ ഒരു പുകമറയാണ് എന്ന വിശദീകരണമാണ് സർക്കാർ നൽകിയത്. പിന്നീട് എന്നാൽ നിയമസഭയിൽ ഇക്കാര്യം പരിഗണനയ്ക്ക് വന്നപ്പോൾ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നടപടിയെടുത്തത്. എന്നാൽ ഇതിന് പിന്നാലെയും KK രമയുടെ മൊഴിയെടുത്തു എന്ന വിവരങ്ങളാണ് UDF പുറത്തുവിട്ടത്. KK രമ അടക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ച് തൻ്റെ മൊഴിയെടുത്തു എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കൊളവല്ലൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ട്രൗസർ മനോജിന് ഈ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ KK രമയുടെ മൊഴിയെടുക്കുകയും ചെയ്ത് ഇത്തരമൊരു നടപടി പുറത്തു വരികയും അത് വളരെ വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. കാരണം സർക്കാർ സഭയിലും പുറത്തുമൊക്കെ ഇത്തരമൊരു നടപടിയില്ല. TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇത്തരം നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ സർക്കാരിൻ്റെ ഉന്നം വ്യക്തമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. എന്തായാലും ഇത്തരമൊരു നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസുകാരനെ സസ്പെൻഡ് ASIയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയും ചെയ്യുന്നത്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നേരിട്ട് പങ്കാളികളായ TK രജീഷ്, അനൻ സുജിത്ത്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് പ്രത്യേക ഇളവ് നൽകാനുള്ള വഴിവിട്ട നീക്കമാണ് നടന്നത്. ഇതിൽ 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിനായി അപേക്ഷിക്കാൻ പോലും അർഹതയില്ല എന്നാണ് കോടതി നേരത്തെ വ്യക്തമാക്കിയത്. അതായത് 20 വർഷത്തേക്കുള്ള തടവ് ശിക്ഷ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ഉത്തരവിറങ്ങുകയും പിന്നീട് ഉത്തരവ് നിയമാനുസൃതമല്ല അല്ലെങ്കിൽ സർക്കാർ നിലപാടല്ല എന്ന് വ്യക്തമാക്കിയ ശേഷവും ഇതുമായി ബന്ധപ്പെട്ട KK രമയുടെ മൊഴിയെടുക്കുകയും ചെയ്തത്. സാധാരണഗതിയിൽ ശിക്ഷാ ഇളവ് നൽകാനായി ഒരു തീരുമാനമെടുത്താൽ ആ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട കോടതിയിൽ അല്ലെങ്കിൽ ജയിലിലെ നല്ല നടപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കും. പിന്നീട് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന ആളുകളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തും. ഒപ്പം ഈ കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ബന്ധുക്കളുമായും പോലീസ് അന്വേഷണം നടത്തും. ഇത്തരം അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് KK രമയോടുള്ള അന്വേഷണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സർക്കാർ നിലപാട് അല്ല എന്നാണ് ആവർത്തിച്ച് സർക്കാർ വ്യക്തമാക്കുന്നതും ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നതും. പാർവതി. അനീഷ്, അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ളവർ അറിയാതെ ഇത്തരം നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? ഇതിനെ എങ്ങനെയാകും സർക്കാർ പ്രതിരോധിക്കുക? സർക്കാർ കൃത്യമായും വിശദീകരിക്കുന്നത് സർക്കാരിന് ഇത്തരമൊരു നയമില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷാ കാലാവധി കഴിയും മുമ്പ് ജയിലിൽ നിന്ന് മോചിപ്പിക്കുക സർക്കാർ നയമല്ല എന്നാണ് പറയുന്നത്. നേരത്തെ ആസാദിക്കുക ഈ അമൃത മഹോത്സവ് പദ്ധതിയുടെ ഭാഗമായി ഈ നിശ്ചിത കാലയളവ് ജയിലിൽ ശിക്ഷ അനുഭവിച്ചവരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിക്രമം കൈക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഈ 4 പ്രതികളുടെ പേരും പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് ജയിൽ സൂപ്രണ്ട് വിശദീകരണം നൽകിയിരുന്നത്. മറ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ല എന്ന് CPM പറയുന്നു. പിന്നാലെയാണ് ഇത്തരം ഒരു ഉത്തരവ് വിവാദമാവുകയും സർക്കാരിൻ്റെ നിലപാടല്ല ഇത്, ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഔദ്യോഗിക നടപടിക്രമമല്ല ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയെന്ന് പറയുകയും ചെയ്തു. ഇതേ തുടർന്നുമാണ് KK രമയ്ക്ക് ഇത്തരത്തിൽ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി KK രമയുടെ മൊഴിയെടുക്കുകയും ചെയ്ത് അത്തരത്തിൽ അതായത് ഒരു വശത്ത് ഇത് സർക്കാർ നയമല്ല, ആഭ്യന്തര വകുപ്പിൻ്റെ നീക്കമല്ല എന്ന് ആവർത്തിക്കപ്പെടുമ്പോഴും ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള 2 സംവിധാനങ്ങൾ, ഒന്ന് കണ്ണൂർ ജയിലും മറ്റൊന്ന് ഈ പോലീസ് സ്റ്റേഷനും, ഈ രണ്ടിടത്തു നിന്നും എങ്ങനെ
നടപടിക്രമങ്ങൾ നീങ്ങി എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും നിലവിൽ ഇത് സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഔദ്യോഗിക നീക്കമല്ല എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് നേരത്തെ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ ASIയെ സ്ഥലം മാറ്റുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് നടപടികളും വരുമ്പോഴും നമുക്കറിയാം ഒരു സ്വതന്ത്രമായ ഏജൻസി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളല്ല ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ. അതുപോലെ തന്നെ ASI, ഈ പോലീസ് സ്റ്റേഷനിലെ ASIക്കൊന്നും സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നവരല്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ തടവ് പുള്ളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്ന ശേഷം സ്വന്തം രീതിയിൽ തീരുമാനമെടുത്ത് ASIക്ക് ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല. അതിൽ ഉന്നത തരത്തിൽ നിന്നുള്ള ഉത്തരവുകൾ ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് വേണം, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടിൻ്റെ ഉത്തരവ് വേണം. ഇതിന്മേൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ളവരെ അറിഞ്ഞ് മാത്രമേ അവർക്ക് മൊഴിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പുകമറയിൽ തന്നെയാണ്. സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. പാർവതി, TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിൽ KK രമയുടെ മൊഴിയെടുത്ത ASI ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ. അനീഷ് തുടരണം. മറ്റൊരു വാർത്തയിൽ കൂടി വിശദാംശങ്ങൾ തരേണ്ടതുണ്ട്. P ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാനാകാതെ CPM. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയായെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനെക്കുറിച്ചുള്ള ചർച്ചകൾ താഴെത്തട്ടിൽ നടത്തേണ്ടതില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. വരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും. അതേസമയം മനു തോമസിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച കോൺഗ്രസ് മനുവിനെ CPMന് എതിരെ ആയുധമാക്കാനൊരുങ്ങുകയാണ്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഒരേസമയം P ജയരാജനെ സംരക്ഷിക്കുകയും ഒപ്പം പാർട്ടിയുടെ സൈബർ ആർമിയെ തള്ളിക്കളയുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇതെന്തുകൊണ്ടാണ്? തീർച്ചയായും ഇന്നലെ വളരെ വിശദമായി തന്നെ കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കാര്യം വിശദമായി ചർച്ച ചെയ്തു. കാരണം മനു തോമസ് സ്വമേധയാ അംഗത്വം പുതുക്കാതെ പാർട്ടിയിൽ നിന്നും പുറത്തു പോയതാണ്. അതുകൊണ്ട് പാർട്ടി പുറത്താക്കിയത് എന്നൊരു വാക്ക് വാർത്താക്കുറിപ്പിൽ ഇല്ലതാനും. ഇങ്ങനൊരു സാഹചര്യത്തിൽ മനു തോമസ് പുറത്തു പോയപ്പോൾ മനു തോമസിനെതിരായി നവമാധ്യമങ്ങളിലടക്കം കുറിപ്പുകൾ എഴുതിയ അല്ലെങ്കിൽ പ്രതികരിച്ച EP ജയരാജൻ്റെ നടപടി ശരിയല്ല എന്ന് ഒരു വിഭാഗം വാദിക്കുകയുമുണ്ടായി. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അപ്പുറം സ്വയം പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മനു തോമസ് ഇപ്പോൾ പാർട്ടിക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണ്. ഇത് ജനങ്ങൾ തള്ളിക്കളയണം എന്നതാണ് ഇന്നലെ പാർട്ടി യോഗം ചേർന്ന ശേഷം, സെക്രട്ടേറിയറ്റ് ചേർന്ന ശേഷം ആദ്യമെടുത്ത തീരുമാനം. രണ്ടാമത്തെ തീരുമാനം EP ജയരാജൻ, ഷാജിർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെ മനു തോമസ് നടത്തുന്ന പ്രസ്താവനകൾ. കാരണം അവർക്ക് കൊട്ടേഷൻ മാഫിയയുമായി ബന്ധമുണ്ട്. ജയരാജൻ്റെ മകൻ സ്വർണം പൊട്ടിക്കൽ, കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആളാണ് എന്നടക്കമുള്ള മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് പാർട്ടി വിശദീകരിക്കുന്നു. ഒപ്പം മറ്റൊന്ന്, പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിക്കാൻ ഒരു തരത്തിലുമുള്ള കൊട്ടേഷൻ സംഘങ്ങളെയും സ്വർണ്ണക്കടത്ത് മാഫിയയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് അസംഘടിതമായി തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം ഇത്തരത്തിൽ ഈ കൊട്ടേഷൻ മാഫിയ ബന്ധമുള്ളവർ നടത്തുന്ന പ്രസ്താവനകൾ, നവമാധ്യമങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകൾക്ക് ഒരു തരത്തിലും പാർട്ടി പ്രവർത്തകരോ വർക്ക് ബഹുജന സംഘടനാ ഭാരവാഹികളോ പ്രവർത്തകരോ അടക്കമുള്ളവർ പിന്തുണ നൽകേണ്ടതില്ല, അവർക്ക് ലൈക്കും ഷെയറും ചെയ്യേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശവും പാർട്ടി ഇന്നലെ നടത്തിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ അർജുൻ ആയങ്കിയും ആകാശ് തെല്ലങ്കേരി അടക്കമുള്ള ആളുകൾ നവമാധ്യമങ്ങളിലൂടെ പാർട്ടിയെ ന്യായീകരിക്കാൻ എന്ന പേരിൽ നടത്തുന്ന കൊലവിളി പ്രസ്താവനകളോട് ഒരു തരത്തിലും പാർട്ടി യോജിക്കുന്നില്ല. ഇത്തരം പ്രസ്താവനകൾ പാർട്ടി അണികൾ ഒരു തരത്തിലും ലൈക്കോ ഷെയറോ ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്നും വ്യക്തമാക്കുന്നു. എന്തായാലും നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്ന വിവരം കൃത്യമായി തന്നെ ഈ വിഷയം ഈ ചർച്ചകൾക്കോടുകൂടി ഈ കണ്ണൂരിൽ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമാണ് പാർട്ടി നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം എടുത്തിരിക്കുന്നത്. വിശദമായ ചർച്ച വേണമെങ്കിൽ അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചെയ്യട്ടെ എന്നാണ്. കാരണം നിലവിൽ പരസ്പരം പോരടിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മനു തോമസ് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് P ജയരാജൻ അടക്കമുള്ള ആളുകൾ കൂടുതൽ പ്രകോപനത്തിലേക്ക് നീങ്ങിയാൽ കൂടുതൽ പാർട്ടിക്ക് ഹാനികരമാവുന്ന കാര്യങ്ങളാവും വരും ദിനങ്ങളിൽ മനു തോമസ് പറയുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായൊരു ഒഴിഞ്ഞുമാറ്റം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നടന്ന് പ്രചരിച്ചു. ഇനി പാർട്ടിയുടെ ഔദ്യോഗികമായ ആളുകൾ ഒരു തരത്തിലും കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനു തോമസിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പാർവതി, അനിഷ, ഇക്കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകില്ലേ?
തീർച്ചയായും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാവുക തന്നെ ചെയ്യും. കാരണം നേരത്തെ മുതൽ തന്നെ കണ്ണൂർ രാഷ്ട്രീയം പലപ്പോഴും കലാപകലുഷിതമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദയനീയമായൊരു പ്രകടനമാണ് കണ്ണൂരിൽ വരുത്താൻ കഴിഞ്ഞത്. കോൺഗ്രസിന് പോലും അത്ര കണ്ട് ആത്മവിശ്വാസമില്ലാതിരുന്ന ഒരു സീറ്റിൽ വൻ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണയും കെ സുധാകരൻ ജയിച്ചത്. ഒപ്പം പാർട്ടി കോട്ടകളിൽ നിന്നുള്ള വോട്ടുകൾ പോലും ചോരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ കുറച്ച് നാളുകളായി നിലനിൽക്കുന്ന ഈ കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത് മാഫിയയുമായുള്ള ബന്ധങ്ങൾ, ഇതേ തുടർന്ന് ഈ പി ജയരാജന് പോലും മാഫിയ ബന്ധമുണ്ടെന്നുള്ള ആരോപണമായി മുൻ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ രംഗത്തെത്തുക, ഇതൊക്കെ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നടപടിയാണ്, പ്രതിക്കൂട്ടിലാക്കുന്ന പ്രചാരണമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ജില്ലാ തലത്തിൽ മാത്രം ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇന്നലെ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന തലത്തിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും എന്തൊക്കെ തെറ്റിദ്ധരുത്തൽ നടപടികൾ ജില്ലയിൽ പാർട്ടി ഘടകങ്ങൾക്ക് കൈക്കൊള്ളേണ്ടതുണ്ട് അവ ചെയ്യുകയും ഈ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന ഒരു സന്ദേശം തന്നെയാണ് ഉണ്ടാവുക. കാരണം നമുക്കറിയാം ഇന്നലെ ഈ CPI സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞത് ഇത്തരം അധോലോക സ്വർണ്ണപ്പൊട്ടിക്കൽ പ്രവർത്തനങ്ങളൊന്നും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറിച്ചുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പൊതുജന മധ്യത്തിൽ ഇത്തരം വീഴ്പലകൾ പാർട്ടിക്ക് വലിയ നാശം വരുത്തുന്നു, പാർട്ടിക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് അതുകൂടെ പരിഗണിച്ചാവും സംസ്ഥാന ഘടകം ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തട്ടെ എന്നൊരു തീരുമാനത്തിൽ പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ടാവുക. പാർവതി. അനീഷ്, മനു തോമസിനെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ക്ഷണിച്ചിരുന്നു. ഇതെങ്ങനെയാണ് പ്രതിപക്ഷം, BJPയും കോൺഗ്രസ് അടക്കമുള്ളവർ ആയുധമാക്കുന്നത്? തീർച്ചയായും ഈ കോൺഗ്രസും BJPയും ഇതിനകം തന്നെ ഇത് ആയുധമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സദസ്സ് കണ്ണൂർ ജില്ലയിലെ മാഫിയ ബന്ധം ഉള്ള CPMനെതിരെ എന്ന പേരിൽ ഒരു ജനകീയ സദസ്സ് നടത്തിയിരുന്നു. അതിനു മുമ്പ് തന്നെ പാർട്ടിയിലേക്ക് മനു തോമസിനെ ക്ഷണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ജീവൻ നഷ്ടമാകാൻ, മനു തോമസിന് ജീവൻ നഷ്ടമാകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറയുകയും മനു തോമസിന് കോൺഗ്രസിലേക്ക് സ്വാഗതം എന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതായത് ഒരു വശത്ത് ഈ പൊട്ടിക്കൽ സംഘങ്ങളും മാഫിയ സംഘങ്ങളും ഒക്കെ കൊലവിളി നടത്തുമ്പോൾ മറുവശത്ത് ഈ മനു തോമസ് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മനു തോമസിൻ്റെ ജീവനും സ്വത്തിനുമൊക്കെ ഒരു ഭീഷണി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലെന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസരം മുതലാക്കി മനു തോമസിനെ തങ്ങളുടെ ചേരിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമാവും വരും ദിനങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ സൃഷ്ടിക്കുക. ഒപ്പം ഈ മനു തോമസിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നു എന്നൊരു വിലയിരുത്തലും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ രീതിയിൽ ആ കാര്യം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് BJP നേരിട്ട് തന്നെ അദ്ദേഹത്തെ BJPയിലേക്ക് വരാൻ ക്ഷണിക്കുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് താരതമ്യേന മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു കണ്ണൂരിലും. രഘുനാഥിനെ പോലെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ നേതാക്കൾ കൂടിയുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടാവില്ല. നമുക്കറിയാം ഒരു കാലത്ത് CPMന്റെ അത്ഭുത കുട്ടിയായി വിശേഷിപ്പിച്ച അബ്ദുള്ളക്കുട്ടി പോലും പിന്നീട് ഇടത് പാളയം വിട്ട് CPM ചേരി വിട്ട് കോൺഗ്രസിലേക്കും പിന്നീട് BJPയിലേക്കും എത്തുന്ന സാഹചര്യം. അതുകൊണ്ട് നേരിട്ട് BJPയിലേക്ക് വരവ് മനു തോമസിന് ബുദ്ധിമുട്ടാവില്ല. കേന്ദ്രഭരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പുതിയ ലക്ഷ്യങ്ങൾ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. അതുകൊണ്ട് ഈ മനു തോമസിന്റെ വരവ് പാർട്ടിക്ക് വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുണ്ട്. ഈ അർത്ഥത്തിൽ BJPയും പാർട്ടിയിലേക്ക് മനു തോമസിനെ ക്ഷണിക്കുന്നു. രണ്ട് പാർട്ടികളും അവസരം കാത്തിരിക്കുന്നു. പക്ഷേ കൃത്യമായൊരു നിലപാട് ഇപ്പോഴും താൻ പറയുന്നില്ല എന്നാണ് മനു തോമസ് പറയുന്നത്. ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചാണ് താൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായി തന്നെ കാര്യങ്ങൾ പറയുന്നത് താൻ തൽക്കാലം തുടരുമെന്നും പറയുന്നു. ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചേരുന്നു എന്നത് സംബന്ധിച്ച കൃത്യമായൊരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തുപോയ ആളാണ്. സ്വതന്ത്ര നിലപാടെടുത്ത് പറയുമ്പോഴുണ്ടാവുന്ന ആവേശം, അതേ ഉൾക്കൊള്ളൽ മറ്റു പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഒരു പാർട്ടിയുടെ വക്തായി മാറുമ്പോൾ വിലപേശലിന് വില കുറയും എന്ന ഒരു കണക്കൂട്ടലും മനു തോമസിനുണ്ട്. അതുകൊണ്ട് തൽക്കാലം എവിടെയും ചേരാതെ സ്വതന്ത്രമായി നിന്ന് തന്റെ നിലപാടുകൾ പുറത്തു പറയുക എന്ന രീതിയാവും മനു തോമസ് സ്വീകരിക്കുക. പാർവതി. SP ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാതെയാണ് CPM നിലകൊള്ളുന്നത്. ഒപ്പം സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്തേക്കും. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ, കോഴിക്കോട് നിന്നും. മുഖ്യമന്ത്രിക്കെതിരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും വിമർശനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്ന് ചർച്ചയിൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ധനമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. തുടക്കത്തിൽ പിന്തുണ നൽകിയ വെള്ളാപ്പള്ളി പിന്നീട് നിലപാട് മാറ്റേണ്ടി വന്നതിന് പിന്നിൽ EDയെ ഉപയോഗിച്ചുള്ള സമ്മർദ്ദമാണെന്ന് തന്നോട് തുറന്നു പറഞ്ഞതായി AM ആരിഫ് പറഞ്ഞു. വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആരിഫും കമ്മിറ്റിയിൽ സ്വീകരിച്ചത്.
ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയും മന്ത്രിമാരുടെ പിടിപ്പുകേടുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തിരുത്തലുണ്ടായേ മതിയാകൂ. വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനമുയർന്നെങ്കിലും രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് ധനകാര്യ വകുപ്പിനാണ്. ക്ഷേമ പെൻഷൻ അടക്കം നൽകാൻ കഴിയാതെ വന്നത് വകുപ്പ് മന്ത്രിയുടെ കഴിവുകേടാണെന്ന ആക്ഷേപം ചർച്ചയിൽ ഉയർന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവും പിന്തുണയും കമ്മിറ്റിയിലുണ്ടായി. LDF സ്ഥാനാർത്ഥി കൂടിയായിരുന്ന AM ആരിഫ് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളി മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടപ്പോഴും പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചതിനൊപ്പം ശോഭാ സുരേന്ദ്രനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. രണ്ടാം തവണ കണ്ടപ്പോൾ ED ഉപയോഗിച്ചുള്ള കേന്ദ്ര സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി ആരിഫ് പറഞ്ഞു. കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്നും വിമർശനം വന്നു. G. സുധാകരനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന മാധ്യമത്തിൽ വന്ന തെറ്റായ വാർത്തയ്ക്ക് പിന്നിൽ ബോധപൂർവമായ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞു. കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ ഫലം കണ്ടില്ലെന്ന കുറ്റപ്പെടുത്തലും കമ്മിറ്റിയിലുണ്ടായി. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കണ്ണൂരിലെ CPM നേതൃത്വത്തിനെതിരെ ഉയർന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളിൽ ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തി. സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. ഇതോടെ വിവാദത്തിൽ CPM നേതൃത്വത്തിന് മറുപടി പറയാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കണ്ണൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഇടതു രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുകയാണ്. CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾ, CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം DYFI നേതാവ് മനു തോമസ് നടത്തിയ ആരോപണങ്ങൾ, അതിന് മറുപടിയുമായി CPM സംസ്ഥാന സമിതി അംഗം P. ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജയിനും രംഗത്ത് വന്നത്. അതിനുശേഷം ആ വിവാദം ഇപ്പോൾ CPI കൂടി ഏറ്റെടുക്കുകയാണ്. CPM-നെ പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തില്ലെങ്കിൽ പോലും പരോക്ഷമായി ശക്തമായ വിമർശനമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM-നെതിരെ ഉന്നയിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നാട്ടിൽ നിന്ന് സ്വർണം പൊട്ടിപ്പും സ്വർണ്ണക്കടത്ത് ആരോപണവും ഒക്കെ അതും പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ വരുന്നത് ഒട്ടും അംഗീകരിക്കാത്ത വിഷയമായാണ് CPI നേതൃത്വം കാണുന്നത്. അതായത് വരും ദിവസങ്ങൾ CPM-നെതിരെ ഇത് CPI അവരുടെ എതിർപ്പ് CPI നേരിട്ട് അറിയിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് സംസ്ഥാനത്താകെ ഉണ്ടായ സാഹചര്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇത്തരം ആരോപണങ്ങൾ കൂടി വരുന്നത് മുന്നണിയെ സംസ്ഥാനത്ത് കൂടുതൽ ദുർബലമാക്കുമെന്ന ആശങ്കയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയാതെ പറയുന്നത്. വലിയ വിമർശനം അടുത്ത കാലത്തും CPM-ന്റെ ഒരു ആഭ്യന്തര വിഷയത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഘടകങ്ങൾക്കോ എതിരെ ഉയരുന്ന വിഷയങ്ങളിൽ ഇത്തരമൊരു പരാമർശം CPI നടത്തിയിട്ടില്ല. ഒരുപക്ഷെ CK ചന്ദ്രപ്പന്റെ കാലത്തിന് ശേഷം ഇത്തരം വിഷയങ്ങളിൽ വളരെ CPI-യുമായി ചേർന്നു പോകുന്ന അത് അവരുടെ ആഭ്യന്തര കാര്യമെന്ന് മാത്രം പറഞ്ഞു പോകുന്ന നിലപാടാണ് CPI പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം അതിരൂക്ഷമായ വിമർശനമാണ്. ഏതെങ്കിലും നേതാവിന്റെ പേരെടുത്ത് പറയുകയോ പാർട്ടിയുടെ പേരെടുത്ത് പറയുകയോ ചെയ്യാതെ എന്നാൽ കൃത്യമായി CPM ലക്ഷ്യമിട്ടുകൊണ്ടുള്ള CPM-ലെ ഇത്തരം അപജയങ്ങൾക്കെതിരെ തിരുത്തൽ ശക്തിയായ CPI മാറണമെന്ന അവരുടെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ നേതൃത്വങ്ങളും ഉയർന്നു വരുമ്പോൾ അത്തരമൊരു നിലപാടാണ് ഇവിടെ CPI സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. തിരുത്താൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ്. ഒന്നിനു പുറകെ ഒന്നായ വിഷയങ്ങൾ. അത് കണ്ണൂരിൽ നേരത്തെയും ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും ഒക്കെ CPM-ന്റെ പ്രാദേശിക നേതാക്കൾക്കുള്ള ബന്ധങ്ങളും യുവ നേതാക്കൾക്കുള്ള ബന്ധങ്ങളും ഒക്കെ പലപ്പോഴും ആരോപണങ്ങളായി പുറത്തു വന്നുവെങ്കിലും ഇപ്പോൾ അടുത്തിടെ വരെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതാവ് തന്നെ അത് തുറന്നു പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട P. ജയരാജനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ കൂടി പരാമർശിക്കപ്പെടുമ്പോൾ അത് ചെറിയ ഒരു പ്രതിസന്ധിയല്ല CPM ഉണ്ടാക്കുക. വരും ദിവസങ്ങളിലും CPM-ന് മുൻപിൽ വലിയ തലവേദനയായി അത് മാറുമെന്ന് ഉറപ്പാണ്. പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ. തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പോസ്റ്റർ പതിച്ചത്. ആലത്തൂരിലെ തോൽവിക്ക് കാരണം തങ്കപ്പന്റെ കെടുകാര്യസ്ഥതയാണെന്നാണ് ആരോപണം. വിനീഷ് കുമാറുണ്ട്. വിനീഷ്, വിവരങ്ങൾ. പാർവതി, പാലക്കാട് DCC ഓഫീസിന് സമീപവും നഗരത്തിലെ ചില ഭാഗങ്ങളിലുമാണ്
DCC പ്രസിഡന്റ് എ തങ്കപ്പനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആലത്തൂരിലെ തോൽവിക്ക് കാരണം തങ്കപ്പനാണെന്നാണ് പോസ്റ്ററിലെ പരാമർശം. ഇതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതുപോലെ തന്നെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ സമയത്ത് രമ്യ ഹരിദാസിനെതിരെ എ തങ്കപ്പൻ രംഗത്ത് വരികയും ചെയ്തു. രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത് പാർട്ടിയുടെ പ്രശ്നമല്ല, അവരുടെ സ്വന്തം പ്രശ്നം കൊണ്ടാണ് എന്ന ഒരു പരാമർശം ഉണ്ടായിരുന്നു. അത് പിന്നീട് വിവാദമായി. എന്നാൽ അതിന് പിന്നാലെയായിരുന്നു അന്ന് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് വിശദമായി തന്നെ അന്വേഷിക്കും എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. ഇന്ന് രാവിലെ DCC ഓഫീസ് തുറക്കാൻ വന്ന ഓഫീസ് സെക്രട്ടറി മണിയാണ് ഓഫീസിന്റെ പരിസരത്ത് ആദ്യം ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചത് കണ്ടത്. പിന്നീട് നഗരത്തിന്റെ ചില ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ പോസ്റ്റർ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കോൺഗ്രസിനകത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങളെങ്കിലും ഉണ്ട് എന്നുള്ളത്, ചില പ്രശ്നങ്ങളല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി ഉള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ. തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പോസ്റ്ററിലുള്ളത്. ആലത്തൂരിലെ തോൽവിക്ക് കാരണം തങ്കപ്പന്റെ കെടുകാര്യസ്ഥതയാണെന്നാണ് പോസ്റ്ററിലെ ആരോപണം. S വിനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. നമുക്കും നേടാം ഉയർന്ന നിലവാരമുള്ള കോഴ്സുകളിലൂടെ. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്നു. വാർത്തകളിലേക്ക് വീണ്ടും. മഴയിൽ മുങ്ങി ഉത്തരേന്ത്യ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പ്രളയ സാഹചര്യമാണ്. സുഖി നദി കരകവിഞ്ഞു, നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ER രാകേഷ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രാകേഷ്, ദൃശ്യങ്ങളിൽ കാണാം കനത്ത മഴയാണ്, വാഹനങ്ങളടക്കം ഒലിച്ചു പോയിരിക്കുന്നു. ഇനിയുള്ള മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? പാർവതി, കനത്ത മഴയാണ് ഉത്തരേന്ത്യയിൽ. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ പെയ്യുകയാണ്. ഇതിൽ ഏറ്റവും ദുരിത സാഹചര്യമുള്ളത് ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ്. അതിൽ തന്നെ ഹരിദ്വാറിൽ പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം നദി കരകവിഞ്ഞൊഴുകുന്നതും. സുഖി നദി, അത് ഗംഗയുടെ കൈവഴിയാണ്, കരകവിഞ്ഞൊഴുകുന്നത് കാണാം. തുടർന്ന് നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോയിരിക്കുന്നു. അതായത് സാധാരണഗതിയിൽ ഈ സുഖി നദിയിൽ ജലനിരപ്പ് ഉണ്ടാവാറില്ല, വറ്റി വരണ്ട് കിടക്കുന്നതാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നുകൊണ്ടാണ് ഈ വാഹനങ്ങളെല്ലാം ഒലിച്ചു പോയത് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രളയ സമാനമായ സാഹചര്യം തുടരുകയാണ്. ആളുകളോട് ഇത്തരത്തിൽ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങരുത്. പ്രത്യേകിച്ച് പാലങ്ങളിൽ, ഈ ഹരിദ്വാറിൽ മറ്റും പാലങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ വീഡിയോ എടുക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വൈറലായിരുന്നു, ആ ദൃശ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്തരം ശ്രമങ്ങളൊന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന മുന്നറിയിപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ മാത്രമല്ല, ഹിമാചൽ പ്രദേശിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. കാരണം പല പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നതോടെ മണ്ണിടിച്ചിൽ രൂക്ഷമായി തന്നെ തുടരുകയാണ്. പല ജില്ലകളിലും ഇപ്പോൾ പല റോഡുകളും ഇപ്പോൾ അടച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാൺഗ്രയിലും കുളുവിലും സോളൻ ജില്ലകളിൽ പല റോഡുകളും ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കാരണം ശക്തമായ മഴ ഹിമാചൽ പ്രദേശിലും പെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലഭിക്കുന്നത്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ ഈ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ഓറഞ്ച് അലർട്ട് എന്ന് ഉത്തരാഖണ്ഡിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലും സമാനമായി ഈ ജൂലൈ 3-ാം തീയതി വരെയെങ്കിലും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അവിടെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. പാർവതി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പല ഹിമാചൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ശക്തമായ മഴയാണ്. വാഹനങ്ങൾ അടക്കം ഒലിച്ചുപോയി. സുഖി നദി കരകവിഞ്ഞു. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും ER രാഗേഷ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന്. കൊച്ചിയിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഡാനി പോൾ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഡാനി, എന്നും അമ്മയിൽ നിന്നും സമവായ സാധ്യതയാണല്ലോ, ഇപ്പോൾ അത് മാറി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു. വിവരങ്ങൾ. പാർവതി, അത് തന്നെയാണ്. കാരണം പലപ്പോഴും ഒരു സമവായ ചർച്ചകളും അല്ലെങ്കിൽ അതിലൂടെ വരുന്ന അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നവരുമാണ് ഉള്ളത്. ഇപ്പോഴും അതിന് വലിയ രീതിയിൽ മാറ്റമൊന്നുമില്ല. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരുന്നു. 3-ാം വട്ടവും മോഹൻലാൽ തുടരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ട്രഷററായിട്ട് എതിരില്ലാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളില്ല. ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റാരും മത്സരത്തിലേക്ക് എത്തുന്നില്ല. ഇവിടെ കൊച്ചിയിലെ കൺവെൻഷൻ സെന്ററിൽ ആണ് ഇത് ജനറൽ ബോഡി യോഗം നടക്കുന്നത്. താരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മറ്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രസിഡന്റായ മോഹൻലാൽ തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം മത്സരമുണ്ടാവട്ടെ, ആ രീതിയിലേക്ക് പുതിയ ആളുകൾ അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ളവർ വരട്ടെ, ചർച്ചകൾക്ക് അപ്പുറം ഒരു മത്സര സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറട്ടെ എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഒപ്പം കഴിഞ്ഞ കുറേയധികം നാളുകൾ, ഏതാണ്ട് 25 വർഷത്തോളമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്ന ഇടവേള ബാബു ഇക്കുറി സ്ഥാനം ഒഴിയുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് അവിടെ മത്സരം നടക്കുന്നു. സിദ്ദിഖ്, ഒപ്പം കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരാർത്ഥികളായി ഉണ്ട്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പോസ്റ്റുകളാണ് ഈ സ്ഥാനത്തേക്കുള്ളത്. അവിടെ മഞ്ജു പിള്ളയും ഒപ്പം തന്നെ ജഗദീഷും ജയൻ ചേർത്തലയും ഇവിടെ മത്സരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരാർത്ഥികളുണ്ട്. അനൂപ് ചന്ദ്രനും അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയും ഇവിടെ മത്സരിക്കാനായിട്ട് ഉണ്ട്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 12 പേര് മത്സരിക്കുന്നുണ്ട്. ഒപ്പം വനിതാ താരങ്ങളും ഈ മത്സര രംഗത്ത് സജീവമാണ്. കാരണം അമ്മയുടെ ഒരു നിയമാവലി അനുസരിച്ച് സ്ത്രീ പ്രാതിനിധ്യമെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും മത്സരരംഗത്ത് അവരും സജീവമാണ്. ഇന്ന് 11 മണി മുതലാണ് ഇതിലെ ഒരു വോട്ടെടുപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. 2 മണിക്ക് മുൻപായിട്ട് തന്നെ വോട്ടെടുപ്പ് പ്രക്രിയ അടക്കം പൂർത്തീകരിക്കുകയും ചെയ്യും. വൈകിട്ട് ഇതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ വാർത്താ സമ്മേളനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത് സംബന്ധിച്ചുള്ളൊരു വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകുന്നില്ല. വാർത്താക്കുറിപ്പായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 502 പേരാണ് ഇതിൽ വോട്ടവകാശമുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് സുരേഷ് ഗോപി അടക്കം ഇതിലേക്ക് എത്തിച്ചേരുമോ എന്നാണ് നോക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ മുതലെല്ലാം തന്നെ അമ്മയിൽ നിന്ന് വിട്ടുന്നെങ്കിലും പിന്നീട് അദ്ദേഹം സജീവമായിട്ട് വരികയാണ്. മറ്റ് താരങ്ങളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ 10 മണിയോടുകൂടി തന്നെ ജനറൽ ബോഡി യോഗം ആരംഭിക്കും. ശരി. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. വിശദാംശങ്ങൾ നൽകിയത് ഡാനി പോൾ കൊച്ചിയിൽ നിന്നും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ഇന്ന് നടക്കും. 3-ാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ മൻ കി ബാത്താണിത്. ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ മന്ത്രിമാരും BJP നേതാക്കളും മൻ കി ബാത്ത് കേൾക്കും. BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ RK പുരത്തെ കർണാടക സംഘ് ഓഡിറ്റോറിയത്തിലാണ് മൻ കി ബാത്ത് കേൾക്കുക.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഖത്തർ സന്ദർശിക്കും. ഖത്തർ പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനാണ് വിദേശകാര്യമന്ത്രിയുടെ ഖത്തർ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫെബ്രുവരിയിൽ ഖത്തർ സന്ദർശിച്ചിരുന്നു. രാഷ്ട്രീയം, വ്യവസായം, വ്യാപാരം, സുരക്ഷ, ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ചർച്ച നടത്തും. കഴിഞ്ഞയാഴ്ച വിദേശകാര്യമന്ത്രി UAE സന്ദർശിച്ചിരുന്നു. UK-യിൽ ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. എറണാകുളം കാലടി സ്വദേശി റെയ്ഗൻ ജോസാണ് മരിച്ചത്. 4 മാസം മുൻപാണ് റെയ്ഗൻ UK-യിലേക്ക് പോയത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി തുടങ്ങി. യൂറോ കപ്പിൽ ആതിഥേയരായ ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടറിൽ. ഡെൻമാർക്കിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ജർമ്മനി ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് നടത്തിയത്. ഹാവെർട്സും ജമാൽ മ്യൂസിയാലയുമാണ് സ്കോറർമാർ. മറ്റൊരു മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയെ തകർത്താണ് സ്വിറ്റ്സർലൻഡ് അവസാന 8-ൽ ഇടം പിടിച്ചത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു വിജയം. റെമോ ഫ്രൂലർ, റൂബൻ വർഗാസുമാണ് സ്വിറ്റ്സർലൻഡിനായി ഗോൾ നേടിയത്. മഴക്കാലം തുടങ്ങിയതോടെ മരങ്ങൾ കടപുഴകി വീണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. എന്നിട്ടും അധികാരികൾ പാഠം പഠിക്കുന്നില്ല. തൃശൂർ KFRI ക്യാമ്പസ് റോഡിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന 18 മരങ്ങളുണ്ട്. ഇവ കണ്ടെത്തി പട്ടികയുണ്ടാക്കിയിട്ടും മാസം 1 കഴിഞ്ഞു. എന്നാൽ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. മഴക്കാലം തുടങ്ങിയാൽ പീച്ചി മുത്തുണ്ണി റോഡിലൂടെയുള്ള യാത്ര ആശങ്ക നിറഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന വൻമരങ്ങൾ. ഇക്കൊല്ലവും അപകടം പതിവ് തെറ്റിച്ചില്ല. ഈ മാസം 7-ന് 5 മരങ്ങളാണ് റോഡിന് കുറുകെ വീണത്. വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കഷ്ടിച്ചുള്ള ഈ രക്ഷപ്പെടൽ എത്ര നാൾ? ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. പീച്ചിയിലേക്ക് പോണ മെയിൻ റോഡാണിത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണെങ്കിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കാണാനും ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടം കാണാൻ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അന്നേരം അവർക്കൊക്കെ ഭീഷണിയാണ് ഈ മരങ്ങൾ ഈ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ വർഷം ബസ് ഇങ്ങനെ പോകുമ്പോൾ ഒരപ്പംപാറ ബസ് സ്റ്റോപ്പിന്റെ അവിടെ മരം മറിഞ്ഞ് ബസ്സിന്റെ മേളിലേക്ക് വീണാണ്. ഡ്രൈവറുടെ ശ്രദ്ധ കൊണ്ടാണ് അന്ന് മരം വീഴാണ്ടിരുന്നത്. നമുക്ക് ഈ റോഡ് സൈഡിലുള്ള മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് അപകട ഭീഷണിയാണ്. എപ്പോഴും അപകടത്തിലാണ് കാര്യങ്ങൾ. ഇന്നും മഴ പെയ്താൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം മരങ്ങൾ മറിഞ്ഞു വീഴും. വഴി ബ്ലോക്ക് ആവണം. വണ്ടികൾക്ക് പോകാനും ഒക്കെ പേടിച്ചിട്ടാണ് ഇപ്പോൾ പോകണം എല്ലാവരും. നിരന്തര അപകടങ്ങൾ, ആരും മരണപ്പെട്ടില്ല എന്ന് മാത്രം. എന്നും വഴി ബ്ലോക്കാവും കാര്യങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങളാണ്. പ്രതിഷേധം ശക്തമായതോടെ റവന്യൂ മന്ത്രി കെ രാജനും ജില്ലാ കലക്ടർ VR കൃഷ്ണതേജയും ഉൾപ്പെടുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ഭീഷണി ഉയർത്തുന്ന മരങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ KFRI അധികൃതരോട് ആവശ്യപ്പെട്ടു. അവരത് ചെയ്തു. പക്ഷേ ആഴ്ചകൾ പിന്നിട്ടിട്ടും മരങ്ങൾ വെട്ടിമാറ്റിയില്ല. പീച്ചി ഡാം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ മുറിക്കാനുള്ള നിർദ്ദേശവും വാക്കുകളിൽ ഒതുങ്ങി. 5 ദിവസം മുൻപ് KFRI വളപ്പിലെ മുളങ്കൂട്ടം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മേലെ പതിച്ചു. മഴ കനക്കുമെന്നിരിക്കെ ഇതിലൂടെയുള്ള യാത്ര കൂടുതൽ സാഹസമാവുകയാണ്. ന്യൂസ് 18 തൃശൂർ. മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചിലവുകൾക്കും വീട്ടുചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കിയിലെ ഒരു നിർധന കുടുംബം. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് നെടുങ്കണ്ടം സ്വദേശി ബിനോയ് മരത്തിൽ നിന്ന് വീണത്. 3 വർഷം മുൻപാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ബിനോയ് കൂലിപ്പണിക്കിടെ മരത്തിൽ നിന്ന് വീണത്. വീഴ്ചയിൽ നട്ടെല്ലിന് പരിക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ബിനോയ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. ഏകദേശം ഒരു 10 മരത്തോളം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയ മരത്തെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ച് കൊത വെട്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ആ മണ്ടയിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കമ്പിന് പിടുത്തം കിട്ടി. കമ്പെ പിടിച്ച് ഞാന്ന് കയറുന്ന സമയത്ത് കമ്പി ഇരിഞ്ഞു പോകുന്ന മരത്തിൻ്റെ വേരയിലോട്ട് വന്ന് അടിച്ചു വീണു. മലക്കം വന്ന് വീണ് ആ നട്ടിൽ പൊട്ടി. കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത്. വരുമാനം ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി. വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിലും ബിനോയ് തളർന്നു കിടക്കുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയില്ല. 3 വർഷത്തോളമായി ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. കോട്ടയത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്യും. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം പോകാതെ ഇരിക്കുക.
ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ശ്വാസം മുട്ടും. അപ്പം പിന്നെ ഒരാഴ്ച ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. പിന്നെ തിരിച്ചതേപോലെ വരും ഗവൺമെൻറ് ആശുപത്രി. മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത്യാവശ്യ ചികിത്സ പോലും ചെയ്യാനാകുന്നില്ല. 12 സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത്. ചെറിയ വീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് അവശേഷിക്കുകയാണ്. ഭാരിച്ച ചെലവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. ന്യൂസ് 18 ഇടുക്കി. യാത്രാ വിവരണത്തിന് ചിത്രകല മാതൃകയാക്കുകയാണ് 3 ചിത്രകാരന്മാർ. നേപ്പാൾ യാത്രയിൽ കണ്ട കാഴ്ചകളാണ് ക്യാൻവാസിൽ പതിഞ്ഞത്. യാത്രാനുഭവങ്ങൾ പുസ്തകമാക്കി മാറ്റി അനുഭവപ്പെടുത്തിയ എഴുത്തുകാർ നിരവധിയാണ്. എന്നാൽ യാത്രയിൽ കണ്ട കാഴ്ചകൾ വരച്ച് രേഖപ്പെടുത്തുന്നവർ അപൂർവമാവും. വടകര സ്വദേശികളായ ജഗദീഷ് പാലയാട്ട്, KV ശ്രീജേഷ്, കോഴിക്കോട് സ്വദേശി ശ്രീകുമാർ മാവൂർ എന്നിവരാണ് നേപ്പാൾ സന്ദർശനാനുഭവങ്ങൾ ചിത്രങ്ങളായി രൂപപ്പെടുത്തിയത്. തത്സമയം വരച്ച 55 ചിത്രങ്ങൾ ഉൾപ്പെടെ 70 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ വാട്ടർ കളറിലൂടെയാണ് ചിത്രങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു മീഡിയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീഡിയം എന്നുള്ള രീതിയിലാണ് അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും അവിടെ കിട്ടിയ സന്ദർഭങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സ്ട്രീറ്റിൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ചിലായിരുന്നു യാത്ര. കാഠ്മണ്ഡു മുതൽ സാരംഗോട്ട് വരെയായിരുന്നു സഞ്ചാരം. നേപ്പാളിലെ പ്രകൃതി ഭംഗിയും തെരുവുകളും ജനങ്ങളുമെല്ലാം ചിത്രങ്ങളായി. വടകരയിൽ ഇവരുടെ പ്രദർശനം ഇപ്പോൾ നടക്കുന്നുണ്ട്. തുടർന്ന് കോഴിക്കോടും ഈ സഞ്ചാര ചിത്രകല പ്രദർശനത്തിന് വയ്ക്കും. ന്യൂസ് 18 വടകര. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.